റോമിലെ സമ്പന്നവും പുരാതനവുമായ കുടുംബത്തിൽ കുലീനരായ മാതാപിതാക്കളിൽ നിന്ന് AD 347 മെയ് 5-നാണ് പൗള ജനിച്ചത്. യൗവനത്തിലെത്തിയതോടെ അവളെ വിവാഹം കഴിക്കാൻ സമ്പന്നരായ ധാരാളം കുമാരന്മാർ എത്തി. അങ്ങനെ അതിശക്തനും മഹാസമ്പന്നനും നൂറുകണക്കിന് അടിമകൾ സ്വന്തമായുള്ളയാളുമായ തൊക്സാസിയൂസിനെ അവൾ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹം ആഡംബരത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു. ക്രിസ്ത്യാനികൾ അക്കാലത്ത് മാതൃകാപരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അവർ ആഡംബരത്തിലും ആഘോഷത്തിലും നിന്ന് വിട്ടുനിൽക്കും. ഉത്സവങ്ങളിലും മല്ലയുദ്ധങ്ങളിലുമൊന്നും ക്രൈസ്തവർ പങ്കെടുത്തിരുന്നില്ല. എങ്കിലും അതൊന്നും പാലിക്കാത്തവരായിരുന്നു പൗളായും അവളുടെ ഭർത്താവും. പക്ഷേ അവർ റോമൻ ദൈവങ്ങളെ ആരാധിച്ചിരുന്നില്ല. അലസമായ ക്രൈസ്തവ ജീവിതം അവർ 14 വർഷത്തോളം തുടർന്നു. അതിനിടെ 5 മക്കളുണ്ടായി, 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ഈ ജനനവേളകളെല്ലാം അവർ അത്യാർഭാടകരമാക്കി മാറ്റിയിരുന്നു. എന്നാൽ എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തീർന്നത്. ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായ മരണം പൗളായുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു കളഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് അവൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. സമ്പന്നതയും പ്രശസ്തിയും മത്തുപിടിപ്പിച്ചിരുന്ന കാലത്ത് കണ്ട മരണങ്ങൾ അവളെ സ്പർശിച്ചിരുന്നില്ല. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ അകാല മരണം അവളെ സംഭീതയാക്കി. പൗളായുടെ സങ്കടം പെട്ടെന്നൊന്നും അവസാനിച്ചില്ല. കുട്ടികളുടെ സംരക്ഷണവും കുടുംബഭാരങ്ങളുമെല്ലാം ഇനി താൻ ഏറ്റെടുക്കണമെന്ന ചിന്ത അവളെ ഉത്കണ്ഠപ്പെടുത്തി. ഭാവി ജീവിതം ഇരുളടഞ്ഞതായും ശൂന്യമായതായും കരുതിയ നാളുകൾ. അങ്ങനെയിരിക്കെ അവളുടെ മനസ്സിനെ പ്രകാശഭരിതമാക്കി ഒരു സ്നേഹിത, മർച്ചെല്ല, എത്തി. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥമെന്തെന്ന് മർച്ചെല്ലയാണ് അവളെ പഠിപ്പിച്ചത്. അത് ആഡംബരവും ആഘോഷങ്ങളുമല്ലെന്നും സ്നേഹവും ലാളിത്യവും ജീവകാരുണ്യ പ്രവർത്തികളും അടങ്ങിയതാണെന്നും ആ സ്ത്രീ അവളെ ഓർമ്മിപ്പിച്ചു. ഭാവിയെക്കുറിച്ച് ആശങ്കയും ഭയവും മാത്രം നിറഞ്ഞിരുന്ന സമയങ്ങളിൽ മർച്ചെല്ലായുടെ ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ സമാശ്വാസത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉണർത്തി. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചും ചെയ്യാതെ പോയ നന്മകളെക്കുറിച്ചും അവൾ വ്യസനിച്ചു. ക്രിസ്ത്യാനി എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആർഭാട ജീവിതം നയിച്ചതിന് പരിഹാരം ചെയ്യണമെന്ന് അവൾ നിശ്ചയിച്ചു. കഠിനമായ തപശ്ചര്യകളിലൂടെയും നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും ജീവകാരുണ്യ വഴികളിലൂടെയും നഷ്ടപ്പെട്ട മനസ്സമാധാനം പൗള വീണ്ടെടുത്തു. അന്ന് ക്രൈസ്തവ സഭയ്ക്ക് ഉത്തേജനവും കരുത്തും പകർന്നിരുന്ന വിശുദ്ധ ജെറോമിനെ പറ്റി പൗള കേട്ടു. വിശുദ്ധ ജീവിതം നയിക്കുകയും അനേകരെ ഭക്തിമാർഗത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്ന ജെറോമിനെ കാണുക എന്നതായിരുന്നു പിന്നീട് അവളുടെ തീവ്ര ആഗ്രഹം. തൻ്റെ വീട്ടിൽ ദാസ്യവൃത്തിയെടുത്ത് കഴിഞ്ഞിരുന്ന അടിമകളെയെല്ലാം അവൾ മോചിപ്പിച്ചു. അവൾ മക്കളെ വിളിച്ച് ക്രിസ്തുവിനു വേണ്ടി എല്ലാം സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. സ്വയം പരിത്യജിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാനായിരുന്നു അവരുടെ ശ്രമം. തന്നോടൊപ്പം ചേരാൻ ആഗ്രഹിച്ച സ്നേഹിതരെയും അടിമകളെയും പൗള ഒപ്പം ചേർത്തു. അവർ ഒരു വലിയ സംഘമായി ജെറുസലേമിലേക്ക് പോയി. ആ യാത്രയിലുടനീളം അവർ പാപങ്ങളോർത്ത് കരയുകയും പശ്ചാത്തപിക്കുകയും ക്രിസ്തുവിൻ്റെ കാരുണ്യം യാചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വിശുദ്ധ നാട്ടിലെത്തിയ ആ സംഘത്തെക്കുറിച്ചറിഞ്ഞ് ചില പ്രഭുക്കന്മാർ അത്യാഡംബരമായ ഒരു മാളിക താമസിക്കാൻ നൽകി. എന്നാൽ പൗള അവിടെ തങ്ങാൻ വിസമ്മതിച്ചു. ചെറിയ സൗകര്യങ്ങൾ മാത്രമുള്ളൊരു വീടാണ് അവൾ തിരഞ്ഞെടുത്തത്. അവൾ ജെറുസലേമിന് സമീപത്തായി ആശ്രമം സ്ഥാപിച്ചു. വിശുദ്ധ ജെറോമിനും അദ്ദേഹത്തിൻ്റെ സന്യാസ സമൂഹാംഗങ്ങൾക്കും വേണ്ടിയായിരുന്നു അത്. കൂടാതെ കന്യകകൾക്കും വിധവകൾക്കുമായി ബെത്ലഹേമിൽ ഒരു മഠവും ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ധാരാളം യുവതികൾ അതിൽ അംഗങ്ങളായി. അവർ തങ്ങളുടെ ആധ്യാത്മിക നേതൃത്വം ഏറ്റെടുക്കുവാൻ പൗളയോട് അഭ്യർത്ഥിച്ചു. ആദ്യം അവൾ നിഷേധിച്ചെങ്കിലും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇക്കാര്യം അനുവദിക്കുന്നതായി അവൾക്ക് വ്യക്തമായി. അതോടെ ആശ്രമാധിപയായി പൗള സ്ഥാനമേറ്റു. കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുക, ഇതായിരുന്നു സഹസന്യാസിനികൾക്ക് അവൾ നൽകിയ നിർദ്ദേശം. ദീർഘസമയം അവിടെ നിന്നും മുഴങ്ങിക്കേട്ടത് പ്രാർത്ഥനയുടെ പ്രകരണങ്ങൾ മാത്രം. സഹസന്യാസിനിമാരുടെ ചെറിയ തെറ്റുകൾക്ക് പൗള അവരെ ശിക്ഷിച്ചിരുന്നില്ല. കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ താൻ സ്വയം ചെയ്യുന്ന തെറ്റുകൾക്കാകട്ടെ
കഠിനമായി ശരീരത്തെ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചു വർഷങ്ങൾ കൂടി കഴിഞ്ഞതോടെ സന്യസ്തരുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ അവർ മറ്റൊരാശ്രമം തുടങ്ങി. എല്ലാവരും അവരുടെ അധിപയായ പൗളായുടെ വിശുദ്ധ മാതൃകയെ പിൻചെന്നു. വാർദ്ധക്യം പൗളായെയും കീഴടക്കി. ഓർമ്മക്കുറവും ശാരീരിക ക്ഷീണവും വർദ്ധിച്ചു. സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയ്ക്ക് സമയമായെന്ന് അവൾക്ക് തോന്നി. അന്ന് ആശ്രമത്തിൻ്റെ ചുമതലകളിൽ സജീവമായി ഭാഗഭാഗിത്വം വഹിച്ചിരുന്നത് മകൾ എവുസ്റ്റാക്യൂമിൻ ആയിരുന്നു. സന്യാസ സമൂഹത്തിന്റെ നേതൃത്വ ചുമതല മകളെ ഏൽപ്പിച്ച ശേഷം അവൾ 404 ജനുവരി 26 ദൈവകരങ്ങളിലേക്ക് യാത്രയായി. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ അവിടത്തേക്ക് ജീവിതം മാറ്റിവെച്ചതാണ് പൗളായെ സഭയുടെ വിശുദ്ധ പുഷ്പമാക്കിയത്. പ്രതിസന്ധികളിൽ തീഷ്ണതയോടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറിയ ഈ പുണ്യവതിയുടെ ജീവിതം നമുക്കും വഴിവിളക്കായി മാറട്ടെ.